അവരെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, കൂടെ നടക്കുന്നു, എന്തൊക്കെ കാണിച്ചു, ഇതൊക്കെ നമ്മൾ കണ്ടത്. എന്നാൽ പോലും അനീഷ് ഈ വക കാര്യങ്ങളിലോ അപമര്യാദയായിട്ടോ ഒന്നും പെരുമാറാത്തതിന്റെ കഴപ്പാണ് ഷിയാസ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവർ ഉണ്ടായിരിക്കുന്നത്. അവരത് കണ്ട് സഹിക്കാൻ. കാരണം നീ എത്ര കളിച്ചെന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു രോമത്തെ തൊടാൻ നിനക്ക് പറ്റത്തില്ല. അതിന് നല്ല അറിവും ജ്ഞാനവും വിവരവും തിരിച്ചറിവുള്ള ഒരു മനുഷ്യനാണ്. അമ്മ പെങ്ങന്മാരെയും എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാം എങ്ങനെ എത്രത്തോളം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുറത്ത് വെച്ച് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? സാധാരണ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും ഇന്റർവ്യൂയിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് ഇതിങ്ങനെ കുറച്ചു കാലം കൊഴിപ്പിച്ച് നിർത്താറുണ്ട്. കമ്പാരിറ്റീവ്ലി ഇത്തവണ അത് കുറവാണ്. ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇനി ഉണ്ടായാൽ തന്നെ ആളുകൾക്ക് അതിലൊന്നും ഒട്ടും താല്പര്യവും ഇല്ലാത്ത മട്ടാണ്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ ലാസ്റ്റ് സമയത്ത് പഴയ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി തിരിച്ചു വന്ന സമയത്ത് ബിഗ് ബോസിനകത്ത് ആകെ അലമ്പായിരുന്നല്ലോ. ആ സമയത്ത് തന്നെ എല്ലാ പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാവുകയും അത് അപ്പൊ തന്നെ ചർച്ച ചെയ്ത് തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടെ പിന്നീട് പുറത്ത് വന്ന് ചർച്ച കിട്ടാൻ ടോപ്പിക് ഇല്ലാതായി എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പാരലൽ വേൾഡിൽ കുറെ ബിഗ് ബോസ് ആർമികളും കുറെ ബിഗ് ബോസ് ഫാൻസും ബിഗ് ബോസിനെ ഹാങ് ഓവർ വിട്ടുമാറാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഓഡിയോ ക്ലിപ്പ് മറ്റാരുടേതുമല്ല, അനീഷിന്റെ ഫാൻ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടേതാണ്. ശരിക്കും ഇവർ അനീഷിന്റെ ഫാന് തന്നെയാണോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഫാൻസ് അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്ലിപ്പാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ഓഡിയോ ക്ലിപ്പ് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലാണ്. എന്തായാലും ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. അവന് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അനീഷും ചില കളി കളിക്കുന്നുണ്ട്. കാരണം ഇത് ഷിയാസ് കരീമിന്റെ ആളാണ് എനിക്ക് തോന്നുന്നത്, അനുവിന്റെ PR-ന്റെ കൂടെയുള്ള അവന്. കാരണം ഷിയാസ് ബദറുദ്ദീൻ ഇയാൾ ഷിയാസ് കരീമിന്റെയും അൻമോൾ PR-ന്റെയും ഒക്കെ ആളാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പേരിന്റെ കൂടെ ഷിയാസ് എന്നുള്ളത് കൊണ്ട് ഇയാൾ ഷിയാസ് കരീമിന്റെ ആളാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? എന്ത് ലോജിക്കാണിത്? വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും അങ്ങോട്ട് അടിച്ചു വിടന്നല്ലേ? എന്തായാലും ബാക്കി കേട്ടോ നോക്കാം. അവന് എവിടെ നോക്കിയാലും അനീഷിന്റെ വീഡിയോയില് അനീഷ് വൃത്തികെട്ടവനാണ്, നാറിയാണ്, എന്റെ ഇതിന്റെ അമ്മയെ വല്ലതും ചെയ്യാൻ ചെന്നായിരുന്നോ അനീഷ്? അതോ ഇതിന്റെ അമ്മയ്ക്ക് വല്ല ഗർഭം ഉണ്ടാക്കി അനീഷ്? ഇവൻ കണ്ടത് അദ്ദേഹം മോശം. ഇതുപോലെ എന്ത് കുലീനമായിട്ടുള്ള ഭാഷ. എന്താണ് ചേച്ചി, നിങ്ങൾ അനീഷ് ഫാൻ ആണെന്നും പറഞ്ഞിട്ട് അനീഷിന് ഊക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നടക്കാണോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏതോ ഷിയാസ് അനീഷിനെതിരെ കമന്റ് ഇടുന്നു എന്ന് വിചാരിച്ച് അയാളുടെ അമ്മയ്ക്ക് വിളിക്കേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെ ഒരു ഷിയാസിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ അയാളുടെ മാന്യമായിട്ട് പ്രതികരിച്ചൂടെ? നിങ്ങൾ ശരിക്കും അനീഷ് ഫാൻ തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. അല്ലെങ്കിൽ അനീഷിനെ പേരും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ തെറിവിളിക്കോ? അനീഷ് അയാളുടേതായ തിരക്കുകളിൽ മുഴുകി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് അയാൾ എടുത്തു ചാടുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന അയാൾ എന്തിനാണ് വെറുതെ പറയിപ്പിക്കുന്നത്? ബാക്കി ഉണ്ടോക്ക് എന്തായാലും പരമ ചെറ്റ ഒരു വൃത്തികെട്ടവനാണെന്ന് ഓർക്കണം അത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നത്. അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് അനുവിന്റെ PR തന്നെയാണ്. അവരുടെ കൂടെയുള്ള ഷിയാസ് കരീമിന്റെ ഒക്കെ ആളാണ്. അതാണ് ഈ പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ അവരുടെ ഗ്രൂപ്പ് തന്നെയാണ്. ചേച്ചിയുടെ ലോജിക്കിന് വീണ്ടും വലിയൊരു കയ്യടി. ഷിയാസ് കരീം ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അനീഷിനെ തെറി പറയുകയാണെന്നാണ് ചേച്ചിയുടെ വർത്താനം കേട്ടാ തോന്നുന്നത്. എന്താണ് ചേച്ചി, ഷിയാസിന് വേറെ പണമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? എന്താ ഞാനിതിനൊക്കെ പറയാം? സത്യം പറ, നിങ്ങൾ ശരിക്കും അനീഷ് ഫാൻ തന്നെയാണോ? അല്ല, ഇമാതിരി ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനീഷിനെ ഏറെ കയറ്റുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ബാക്കി ഉണ്ടോക്കാം. എന്ത് യോഗ്യതയാണ് ഞാൻ ഓർക്കുന്നത്? ഒരു നല്ലൊരു മാന്യനായ ഒരു സ്ത്രീകളെ പോലും ഒന്ന് ജസ്റ്റ് ശരീരത്തിലോ എത്രയോ പേര് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന അതിനകത്ത് നമ്മൾ ആദ്യത്തെ സീസൺ തൊട്ട് കാണുന്നതാണ്. ഈ പുറത്തിറങ്ങിയാലും കെട്ടിപ്പിടിച്ച് മറിഞ്ഞ് അനുകാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ എഡിക്റ്റായപ്പോ തന്നെ ഒച്ച വെച്ചോണ്ടാണ് കവിളിൽ ഉമ്മ വെച്ച് സ്വന്തം ഭർത്താവ് പോകുന്ന പോലെ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് പൈസ ഉള്ളവരെ വിധിയല്ലോ. പിന്നെ പുറത്ത് വന്ന ഒന്നിലിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കവിളിൽ കൂടി കവിളൊക്കെ അങ്ങ് തൊട്ടിച്ച് എന്താ കാണിക്കുന്നത്? അതുപോലെ എത്ര പേരെ ഈ എന്താണ് ചേച്ചി, അനുമോൾ ഒനിലിനെ കെട്ടിപ്പിടിച്ച കേസൊന്നും ഇതുവരെ ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഈ കെട്ടിപ്പിടിക്കലിലും ഉമ്മ വെക്കലിലും ഒക്കെ വെറും ലൈംഗികത മാത്രം കാണുന്നതിലുള്ള കുഴപ്പമാണ് ഇതൊക്കെ. ഒനിലും അനുമോളും കെട്ടിപ്പിടിച്ചപ്പോ ആർക്കും ഇവിടെ ഒന്നും തോന്നിയിട്ടില്ല. അതൊക്കെ കൂട്ടുകാർക്കിടയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അത്രയേ ഉള്ളൂ. ഈ അനീഷ് എന്ന വ്യക്തി ഏതെങ്കിലും ഒരു സ്ത്രീകളെ, പുരുഷന്മാരെ പോലും അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അനാവശ്യമായിട്ട് ഒരു സ്ത്രീകളെ പോലും, സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് ഹഗ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ആ ആളായിട്ട് അങ്ങോട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഹഗ് ചെയ്യാനോ ഒന്നിനും പോയിട്ടില്ല. ഒരു പെണ്ണുങ്ങളുടെ ബെഡ് കയറി ഇരിക്കാനോ കിടക്കാനോ ഈ നെഗിലൊക്കെ കാണിക്കുന്ന പോലെയുള്ള വൃത്തികേടുകളോ ആരിനൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. എല്ലാവരും കണക്കായിരുന്നു അതിനകത്തുള്ളൂ. പെണ്ണുങ്ങളെ കെട്ടിപ്പിടുത്തവും എല്ലാമായിരുന്നു. ഏതാ ഷാനവാസാണെങ്കിൽ പെങ്ങൾ കൂട്ടിയും പറഞ്ഞ് അവരെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, കൂടെ നടക്കുന്നു, എന്തൊക്കെ കാണിച്ചു, ഇതൊക്കെ നമ്മൾ കണ്ടറിയാം. അങ്ങനെ പറ. ചേച്ചിക്ക് സദാചാരം മൂത്തതിന്റെ പ്രശ്നമാണ്. സത്യം പറയാലോ ചേച്ചി, ചേച്ചിക്ക് അനീഷ് ഫാൻ എന്നതിനേക്കാളും കൂടുതൽ ചേരുക അനുമോൾ ഫാൻ എന്നുള്ള ടാഗാണ്. കാരണം അനുമോൾക്ക് പറ്റിയ ആളാണ് ചേച്ചി. ആ കുശുമ്പും കുന്നായ്മയും അസൂയയും സദാചാരം എല്ലാം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞോ, നിങ്ങൾ ശരിക്കും അനുമോൾ ഫാൻ അല്ലേ? ഈ ഓഡിയോ ക്ലിപ്പ് കേട്ട് 4 ആള് അനീഷിനെ തെറി പറയുകയാണെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്? ആർക്കറിയാമല്ലേ? ബാക്കി ഉണ്ടോക്കാം. പോലും അനീഷ് ഈ വക കാര്യങ്ങളിലോ അപമര്യാദയായിട്ടോ ഒന്നും പെരുമാറാത്തതിന്റെ കഴപ്പാണ് ഷിയാസ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവർ ഉണ്ടായിരിക്കുന്നത്. അവരെ കണ്ട് സഹിക്കാൻ. കാരണം
നീ എത്ര കളിച്ചെന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു രോഗത്തെ തുടങ്ങി ഞങ്ങൾക്ക് പറ്റത്തില്ല. അതേ നല്ല അറിവും ഞാനും വിവരവും തിരിച്ചറിവുള്ള ഒരു മനുഷ്യനാണ്. അമ്മ പെങ്ങന്മാരെയും എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാം. എങ്ങനെ എത്രത്തോളം ഡിസ്റ്റൻസിൽ നിർത്തണമെന്നും അദ്ദേഹം ആദ്യം മുതലേ പറയുന്നതാണ്. അതുകൊണ്ട് ഇന്നുവരെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാട് അദ്ദേഹത്തിന് കൊടുത്ത ആദരവ് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എത്ര കറയില്ലാത്ത ഒരു മനുഷ്യനാണെന്നുള്ളത്. ഒരൊറ്റ കുഞ്ഞു പോലും അദ്ദേഹത്തിനെതിരെ പറയാഞ്ഞിട്ടാണ് ഒരു വൃത്തികെട്ടവൻ എങ്ങോ ഇരുന്ന് അനീഷിന്റെ നാട് പോയിട്ട് അനീഷിന്റെ ഒരു കാര്യം പോലും അറിയത്തില്ലാത്ത ഒരുത്തം വെറുതെ അങ്ങോട്ട് എഴുതി വിടും. അവനാണ് ഈ അനീഷിന് അങ്ങോട്ട് കാറടിക്കാനുള്ളത്. ഏടാ നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? അനീഷിനെ താഴെ കിട്ടിയ ഭാര്യ അത് അവര് വേറെ കല്യാണം വെച്ച് ഒരു സുഖമായി ജീവിക്കും. അവര് പോലും ഒരു കംപ്ലൈന്റ് അവരുടെ കുടുംബം പോലും വന്നിട്ടില്ല. അത്ര നല്ല നീറ്റായിട്ട് ഒരു വ്യക്തിയാണ് അനീഷ്. അത് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ആ നാട് മൊത്തം ആദരിച്ച് അദ്ദേഹത്തിന് ട്രോഫി കൊടുക്കുന്നത് എത്ര പേര് ആ ഗ്രാമം മുഴുവനും ബുദ്ധിയാണെന്നാണ് അനീഷിന് വേണ്ടി അവരെല്ലാവരും അനീഷിനെ കണ്ടായി പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട മുറിയിൽ വന്നിരുന്ന് പറയുകയാണ് അനീഷ് വൃത്തികെട്ടനാണ്, എമ്മാടിയാണ്. അതെ അതെ, എല്ലാവരും നല്ലോണം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മഹനീയ വ്യക്തിത്വം തന്നെയാണ് അനീഷേട്ടൻ. ആർക്കും ഒരു കുറ്റവും പറയാനുണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ സമ്മതിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം പറ, നിങ്ങൾക്ക് എത്ര കിട്ടി? അല്ല, ഒരു നെഗറ്റീവും ഇല്ലാത്ത ഒരു മനുഷ്യനെ പിടിച്ച് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് തള്ളിയിടാൻ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് പറ. ഏതൊരു ഷിയാസ് അനീഷിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ചേച്ചി. എല്ലാരും അവരുടെ കാര്യം നോക്കി പോയി. ഇനിയും കുറെ ഫാൻസ് ആർമി എന്നൊക്കെ പറഞ്ഞ് നടന്ന നിങ്ങൾക്ക് പോയി. അല്ലാണ്ട് ഇപ്പൊ എന്ത്? ഈ സമയം വേറെ എന്തെങ്കിലും ചെയ്താ അതെങ്കിലും കിട്ടും. ബാക്കി ഉണ്ടോക്കാം. ഇവരുടെ കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെ ശരിക്കും ഈ ചെയ്തിരിക്കാൻ പറ്റുമോ? നിനക്കൊക്കെ കുശുമ്പോഴാണ് ഇത്രയും സെലിബ്രിറ്റീസിനെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്നൊരു സാധാരണക്കാരൻ ഒരു സപ്പോർട്ട് പുറത്തില്ലാതിരുന്ന ആൾ അകത്ത് കയറി അദ്ദേഹത്തിന്റെ വ്യക്തിമുക്തി ജനങ്ങളിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വോട്ടുന്ന രീതി പ്രേക്ഷകർ അങ്ങോട്ട് സ്നേഹവും ബഹുമാനവും കൊണ്ട് ഒഴുക്കിയത്. അങ്ങനെ അയാൾ വിന്നറായി. ഫസ്റ്റ് തന്നെ കപ്പ് കൊടുത്തത് ലാലപ്പിന്റെ ചില ഉത്സിത രീതികൾ കൊണ്ട് മാത്രമാണ് എടുത്തിട്ട് കൊടുത്തത്. കഴിവുള്ളവരെ അദ്ദേഹം എന്നും താഴ്ത്തിക്കെട്ടാനേ നോക്കിയിട്ടുള്ളൂ മോഹൻലാൽ. പ്രേക്ഷക പിന്തുണയുള്ളവരെ ഒരിക്കൽ പോലും മോഹൻലാല് വിന്നറാക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം പുറത്തു വന്നാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നതുകൊണ്ട് തന്നെ. അപ്പൊ ആ 10 പൈസ വില കൽപ്പിച്ചിട്ടില്ല മോഹൻലാൽ ഈ കാര്യത്തില്. ഈ ബിഗ് ബോസിന്റെ ഒരു അവതാരകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പരാജിതനാണ്. അദ്ദേഹത്തിന് അസൂയയും കുശുമ്പോ ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് 10 പൈസയ്ക്ക് വില വെക്കുന്നില്ല. അതായത് അനു എന്ന സ്ത്രീയെ കൈ പിടിച്ച് വലിയധികം ഇതോടുകൂടി അവള് തന്നെ പറയുന്നത് സെക്കൻഡ് ഗെയിം എനിക്ക് വന്നാലും സന്തോഷമായിരുന്നു. ഫൈനൽ 5 വരുന്ന ഓർത്തിരുന്നത് അവള് ഞെട്ടി അവളുടെ കൈ കുത്തിയത്. കാരണം വലുത് കൈയില് അന്വേഷിക്കുന്നത്. ആഹാ, കൊള്ളാലോ. എല്ലാം കഴിഞ്ഞപ്പോ ലാലേട്ടന്റെ നെഞ്ചത്താണോ പഞ്ചാരിമേളം? കൊള്ളാലോ പരിപാടി. ചേച്ചി ഇത് എങ്ങോട്ടാണ് കൊട്ടി കയറി പോകുന്നത്? ലാലേട്ടന് അനീഷിനോട് അസൂയാണ് പോലും. അനീഷിന്റെ ജനപിന്തുണ കണ്ട് ലാലേട്ടൻ ഭയന്നു. ഓഹോ, ഇവൻ എന്നെക്കാളും ഫാൻസ്, എന്നെ ഇവനെ തോൽപ്പിച്ച് കളയാം. ചേച്ചിയുടെ ലോജിക്ക് വെച്ച് ഈ കാരണം കൊണ്ടാണ് അത്ര ലാലേട്ടൻ അനുമോൾക്ക് കപ്പ് കൊടുത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ലാലേട്ടൻ അനീഷിനോട് അസൂയാണത്രേ. വെറുതെ ചിരിപ്പിക്കാതെ പോ ചേച്ചി. ഈ ബിഗ് ബോസ് വിന്നറെ തീരുമാനിക്കുന്നതിൽ ലാലേട്ടൻ ഒരു പങ്കുമില്ല എന്ന് പോലും അറിയാത്ത ഒരു പമ്പര് വിഡ്ഢിയാണ് ഈ സ്ത്രീ എന്ന് മനസ്സിലായി. ലാലേട്ടൻ വെറും അവതാരകം മാത്രമാണ്. ബിഗ് ബോസ് ഷോ നടത്തുന്ന ആൾക്കാർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ് ലാലേട്ടൻ ചെയ്യുന്നത്. ഇതൊക്കെ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? വെറുതെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് അങ്ങോട്ട് പറയുന്നല്ലേ. ഇവരൊക്കെ ഏത് പാരൽ വേൾഡിൽ നിന്നാണോ എണീറ്റ് വരുന്നത് ദൈവത്തിനറിയാം. നിങ്ങൾ ശരിക്കും ഒരു അനീഷ് ഫാൻ ആണെങ്കിൽ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് വെറുപ്പ് വാങ്ങി കൊടുക്കരുത്. അയാളുടെ പണിയെടുത്ത് ജീവിച്ചോട്ടെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം.